വിശ്വത്തിന്റെ വിശാല വീചികളിൽ വിശ്വാസത്തിന്റെ വിശുദ്ധ സന്ദേശം വിതറിയ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് നടന്നവരിൽ ഉത്കൃഷ്ട പാദത്തിന്റെ ഉടമ, ലോകത്ത് സംസാരിച്ചവരിൽ ഉത്കൃഷ്ട നാവിന്റെ ഉടമ, ലോകത്ത് പ്രബോധനം ചെയ്തതിൽ ഉത്കൃഷ്ട പ്രബോധകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലോകത്ത് കാരുണ്യത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിശ്വസാഹോദര്യത്തിന്റെയും മഹനീയമായ സിദ്ധാന്തം ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത, അക്രമത്തിന്റെയും അധർമ്മത്തിന്റെയും അനീതിയുടെയും കൊടുംപാളയങ്ങളിലേക്ക് വലിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സത്പന്ഥാവിലേക്ക് കൈപിടിച്ചുയർത്തിയ വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചക പ്രഭുവിന്റെ സദസ്സിൽ പ്രവാചകനെ കുറിച്ച് ഓർക്കാനും, പ്രവാചകനെ കുറിച്ച് പറയാനും, പ്രവാചകനെ കുറിച്ച് ചിന്തിക്കാനും, പ്രവാചകനെ കുറിച്ച് പാടാനും, പ്രവാചകനെ കുറിച്ച് പുകഴ്ത്താനുമാ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വിശുദ്ധമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ, ലോകത്തിന്റെ നായകൻ, വിശ്വാചാര്യൻ, വിശ്വഗുരു, അവിടത്തെയോടുള്ള സ്നേഹത്തിന്റെ ഒരു അണിരണനം ഹൃദയത്തിൽ സൃഷ്ടിച്ചുകൊണ്ടാകണം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ സദസ്സിനെ അതിന് കാരണമാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറയാൻ ഒരു പ്രഭാഷകന് തന്റെ കഴിവ് അശക്തമാണ്, പാടാൻ ഒരു കവിക്ക് തന്റെ കഴിവ് അശക്തമാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എഴുതാൻ ഒരു എഴുത്തുകാരന് തന്റെ തൂലിക അശക്തമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മേൽ, സമ്പൂർണ്ണ സൽസ്വഭാവത്തിന്റെ മേൽ, അത്യുന്നതമായ ഉത്കൃഷ്ടമായ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂലിനെ പാടാനും പുകഴ്ത്താനും ശ്രമിച്ചാൽ അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയും അവരുടെ വൈഭവമെല്ലാം അശക്തമായി പോകുന്നത് കണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അത്ഭുതപ്പെടണം. അതുകൊണ്ടാണ് ഡോക്ടർ ബെർണാഡ് ഷാ പറഞ്ഞത്, ഈസ് എ വണ്ടർഫുൾ മാൻ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, അത്ഭുതകരമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഡോക്ടർ ബെർണാഡ് ഷാ പറയുന്നു, ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിന്റെ അധികാരത്തിന്റെ ഭരണസാരഥ്യം, അധികാരത്തിന്റെ ചെങ്കോല് മുഹമ്മദിന്റെ കയ്യിൽ കൊടുത്താൽ ഈ ലോകത്ത് സമ്പൂർണ്ണ ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ മുഹമ്മദിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് സർട്ടിഫൈ ചെയ്ത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ബെർണാഡ് ഷാ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞത് വലിയ കാര്യമായതുകൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ മറ്റുള്ള മതവിശ്വാസികൾ പോലും, തത്വചിന്തകന്മാര് പോലും, ബുദ്ധിജീവികൾ പോലും, ശാസ്ത്രജ്ഞന്മാര് പോലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിപ്രഭാവത്തിന്റെയും സമ്പൂർണ്ണ സൽസ്വഭാവത്തിന്റെയും ആഴവും പരപ്പും അഗാധതയും എത്ര വലുതാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. അർണോൾഡ് ജെ ടോയൻബി എന്ന് പറയുന്ന ചരിത്രകാരൻ, ആ ചരിത്രകാരന്മാർ പറയുന്നു, ലോകത്തൊരുപാട് യുഗപുരുഷന്മാരും ലോകത്തൊരുപാട് നേതാക്കന്മാരും ലോകത്തൊരുപാട് വ്യക്തിത്വങ്ങളും കടന്നു വരുമ്പോ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യുഗപുരുഷന്മാരും ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ ലോകത്തിന് പഠിപ്പിക്കുന്ന വിപ്ലവാചാര്യന്മാരും വിപ്ലവ നായകന്മാരും കടന്നു വന്നപ്പോ അവർക്ക് മുമ്പിൽ ഇതിന് പ്രകാശം കാട്ടിക്കൊടുത്ത, ഈ പാതയിലേക്ക് നയിച്ച ഒരുപാട് നേതാക്കന്മാരും വിപ്ലവകാരികളും ഉണ്ടായിരുന്നു. പക്ഷേ മക്കയിൽ ഉദയം ചെയ്ത വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ പൂജാതനാകുന്ന കാലഘട്ടത്തിൽ ആ മക്കയിൽ ഒരു സംസ്കാരത്തിന്റെ പേരോ ഒരു നാഗരികതയുടെ പേരോ ഒരു സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത, ഒരു പ്രകാശം പകർന്നു കൊടുത്ത ഒരു വ്യക്തിത്വത്തിന്റെ പേരോ കേൾക്കാനില്ലായിരുന്നു. വെറും കാട്ടറബികളെന്ന് ചരിത്രം വിശേഷിപ്പിച്ച, ഇരുണ്ട യുഗത്തിലെ കാട്ടറബികളെന്ന് ചരിത്രത്തിന്റെ തങ്കത്താളുകൾ രേഖപ്പെടുത്തപ്പെട്ട, ദ ഡാർക്ക് ഏജ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആ കാലഘട്ടത്തിൽ ഒരു സംസ്കാരവും ഒരു നാഗരികതയും വളർന്നു വരാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ 23 വർഷക്കാലം കൊണ്ട് ആ സമൂഹത്തെ കൈപിടിച്ചുയർത്തി ലോകത്തെ ഉന്നതന്മാരായ നേതാക്കന്മാരും ജേതാക്കന്മാരുമാക്കി മാറ്റിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതമാണ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ലോകത്തിന്
വിവരിച്ചു തരുമ്പോൾ, വിശദീകരിച്ചു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകന്റെ മഹത്വം എത്ര വലുതാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം എത്ര